ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് എ ഫിക്സഡ് അസെറ്റ് ഡ്യൂ ടു യൂസ്, പാസേജ് ഓഫ് ടൈം, ഒബ്സോളസൻസ്. In other words, if a business enterprise produce a machine used in production process, then the value of machine decline with its usage. അപ്പോൾ നമ്മൾ ഒരു അസറ്റ് മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സമയം പാസ് ചെയ്യുന്ന കാരണം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കാരണം, അല്ലെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും കേടുപാട് സംഭവിച്ച കാരണം അതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതാണ് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇനി ഡിപ്രീസിയേഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെ മീനിങ് ആയിട്ട് പറയാം, അതൊരു കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ഷ്രിങ്കേജ് ഇൻ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ കുറയും, നമ്മുടെ ബുക്ക് വാല്യൂ എന്നാണ് കുറയുന്നത്, അസറ്റിൻ്റെ വാങ്ങിച്ച വാല്യൂ എന്നാണ് അതിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം വാങ്ങിക്കുന്ന അസറ്റിന് അടുത്ത വർഷം ഈ വർഷം വാങ്ങിച്ച അത്രയും എമൗണ്ട് വാല്യൂ കാണത്തില്ല, അതായത് വാല്യൂ കുറയാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഈ വർഷം ഒരു മെഷീനറി വാങ്ങിച്ചു, നെക്സ്റ്റ് ഇയറിൽ ആ മെഷീനറിക്ക് അത്രയും വാല്യൂ കാണത്തില്ല മാർക്കറ്റിൽ. ഓക്കെ, വാല്യൂ കുറയും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പർച്ചേസ് വാല്യൂ എന്നാണ് ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ബുക്ക് വാല്യൂ എന്ന്. ഇനി ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? നമുക്ക് ഡിപ്രീഷ്യബിൾ അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേം ഫിക്സഡ് അസറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വർഷം അക്കൗണ്ടിങ് പീരീഡിൽ കൂടുതൽ അത് യൂസ് ചെയ്യാൻ പറ്റണം. അതിനൊരു മോർ ദാൻ 1 ഇയർ, അതായത് 2, 3, 5 ഇയേഴ്സൊക്കെ എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവണം.